നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നിങ്ങളോട് ഇത്ര ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഫ്രൈ ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. കുറച്ചുകൂടി ചെറുതാകുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇതിലേക്ക് വേണ്ട മസാലയൊക്കെ പുരട്ടാനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. നമ്മൾ സാധാരണ ചെയ്യുന്ന മസാല തന്നെയാണ് കേട്ടോ, ഒന്നും വ്യത്യാസമൊന്നുമില്ല. അത്യാവശ്യത്തിന് വേണ്ട വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ചിക്കനൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതേപോലെ ചെറിയ സ്ലൈസായിട്ടൊക്കെ കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന ടൈമിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, കാരണം ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. ഇനി നമുക്കിതൊരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റൊക്കെ ഒന്ന് മസാല പിടിക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ട്. ഇതിപ്പോൾ ഇവിടെ 20 മിനിറ്റ് കഴിഞ്ഞതാണ്. അപ്പോൾ ഞാനിതാ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു ഫ്രൈ പാനിൽ അത്യാവശ്യത്തിന് വേണ്ട ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ചിക്കൻ എടുത്തിട്ട് 2 സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾ വലിയ പീസായിട്ടൊക്കെയാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടെങ്കിലും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ടൊക്കെ എടുക്കാമല്ലോ. അപ്പോൾ ഞാനിതാ 2 സൈഡൊക്കെ മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഒത്തിരി നെരിയേണ്ട ആവശ്യമൊന്നുമില്ല, അത്യാവശ്യം ഒന്ന് വെന്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, തവിയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഈ ബാക്കിയുള്ള ഓയിലിൽ തന്നെയാണ് കേട്ടോ ബാക്കിയുള്ള ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഓയിലിൽ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും വേണമെങ്കിൽ മാറ്റി കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് അത്യാവശ്യത്തിലുള്ളത് തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ മാറ്റി കൊടുക്കുന്ന ഒന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്കൊരു പകുതി സവാള ഇതേപോലെ ഒന്ന് കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിവിടെ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 പച്ചമുളകും അതേപോലെ കുറച്ച് മല്ലിയിലയും എടുത്തിട്ടുണ്ട്, അതൊന്ന് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇനി എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ചിക്കൻ പൊരിച്ച ഓയിൽ തന്നെ ആയതുകൊണ്ട് അത്യാവശ്യം എരിവുണ്ടാവും. ഇനി ഇതിലേക്ക് ഞാനിവിടെ ചെറിയ പീസ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ റെഡ് കളറാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രീൻ കളർ വേണമെങ്കിൽ അങ്ങനെ എടുത്താലും മതി. ഇനിയിപ്പോൾ ക്യാപ്സിക്കം ഒട്ടും താല്പര്യം ഇല്ലെങ്കിൽ വേണമെങ്കിൽ എടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യമുള്ള പച്ചക്കറി എന്താണെന്ന് വെച്ചാൽ അത് എടുത്താൽ മതി. അതേപോലെ ഞാനിവിടെ കുറച്ച് ക്യാബേജും കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്യാബേജ് ഇല്ലെങ്കിൽ അതിന് പകരം ക്യാരറ്റോ എന്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. നമ്മളിതിലേക്ക് ഇതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഒത്തിരി ഉപ്പൊന്നും ഇട്ട് കൊടുക്കണ്ട, കാരണം നമ്മൾ ഓൾറെഡി ചിക്കൻ ഉപ്പിട്ട് വേവിച്ചതാണ്. അതേപോലെ നമ്മളിതിലേക്ക് ഇനി സോസുകളൊക്കെ ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ സോസിലൊക്കെ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവല്ലോ. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടി ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. നമ്മുടെ ഈ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരട്ടെ. ഇതിപ്പോൾ ഇവിടെ അത്യാവശ്യം നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ സോയാ സോസും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. നമ്മൾ ഈ സോസൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഫില്ലിങ്ങിലേക്ക്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇപ്പോൾ ഇവിടെ കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇവിടെ ഓൾറെഡി ചെറിയ പീസായിട്ട് തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടിയൊക്കെ ചെറുതായിട്ട് തോന്നണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന ടൈമിൽ ഒന്ന് ഇത് വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ ചെറിയ പീസായിട്ട് കിട്ടും. അല്ലെങ്കിൽ ആദ്യം തന്നെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് ചിക്കൻ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ട് നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. ഈ ടൈമിൽ നമ്മുടെ സോസും ചിക്കനും എല്ലാം കൂടി ഒന്ന് മിക്സായിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ് ഇപ്പോൾ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുകൾ ഭാഗത്തേക്ക് വേണ്ട കോഴിമുട്ടയുടെ ഫില്ലിങ്ങും കൂടി ഒന്ന് റെഡി ആക്കിയിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 കോഴിമുട്ടയാണ് കേട്ടോ എടുത്തേക്കുന്നത്.
ഈ കോഴിമുട്ടയുടെ വെള്ളയും മഞ്ഞയും കൂടി ഒന്ന് നമുക്ക് മാറ്റി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതേപോലെ കോഴിമുട്ട എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് മുട്ടയുടെ വൈറ്റും യോക്കും ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 5 കോഴിമുട്ടയും അതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോഴിമുട്ടയുടെ മഞ്ഞയിലേക്ക് നമ്മുടെ ചിക്കൻ്റെ മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കണം. ഇതിന് മുമ്പായിട്ട് നമുക്കൊരു അല്പം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ചിക്കനിൽ ഓൾറെഡി ഉപ്പൊക്കെ ഉള്ളതാണ്. അപ്പോൾ വളരെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ സ്പൂണ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു വിസ്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഒത്തിരി നേരം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ കോഴിമുട്ട ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വന്നാൽ മാത്രം മതി. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ചിക്കൻ്റെ ഫില്ലിങ് ഇട്ട് കൊടുക്കുകയാണ്. ഈ ചിക്കൻ്റെ കൂട്ടാണ് കേട്ടോ നമ്മളിതിൻ്റെ ബേസായിട്ട് വെക്കുന്ന, നമ്മുടെ ഈ കേക്കിൻ്റെ ബേസായിട്ടുള്ളത് ഈ ചിക്കൻ്റെ കൂട്ടാണ്. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന കോഴിമുട്ടയുടെ വെള്ള ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. അതേപോലത്തെ ഒരു എഗ് ബീറ്റർ വെച്ചിട്ട് തന്നെ ചെയ്യുക, എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് പതഞ്ഞ് വരുള്ളൂ. ഇത് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ സ്നോ ചിക്കൻ ഒത്തിരി നന്നായിട്ട് കിട്ടത്തുമില്ല. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം നന്നായിട്ടൊന്ന് പതച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് തന്നെ പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഒത്തിരി നേരം ബീറ്റ് ചെയ്യൊന്നും വേണ്ട, കുറച്ച് നേരം ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതേപോലെ ഒന്ന് പതഞ്ഞിട്ടൊക്കെ വന്നോളും. ഇനി നമുക്കിതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും അതേപോലെ 1/2 ടീസ്പൂൺ മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ കോഴിമുട്ട വെച്ച് പതപ്പിച്ചെടുക്കുന്നത് കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മൈദപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിത് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ ഈ മൈദപ്പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് ഒക്കെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പം തന്നെ നല്ല തിക്കായിട്ട് വന്നോളും. നമ്മുടെ കോഴിമുട്ട ഇവിടെ നന്നായിട്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇതേപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. നല്ല ഹൈ സ്പീഡിൽ ചെയ്യണമെന്നൊന്നുമില്ല, ഒരു മീഡിയം സ്പീഡിൽ വെച്ചിട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇരുന്നൊന്നും വിട്ട് വരുന്നില്ല കേട്ടോ. അപ്പോൾ ആ ഒരു പാകത്തിലാണ് ഇത് വേണ്ടത്. നമുക്ക് ആ ബീറ്ററിലൊക്കെ പറ്റി പിടിച്ചെടുക്കുന്നത് ഇതേപോലെ ഒന്ന് സ്പൂണ് വെച്ചിട്ട് അതിലേക്ക് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് സ്നോ ചിക്കൻ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു നോൺ സ്റ്റിക്ക് പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ അല്പം ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ബട്ടർ ഇല്ലെങ്കിൽ അതിന് പകരം ഓയിലോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും യൂസ് ചെയ്യുക. അപ്പോൾ ബട്ടർ ആകുമ്പോൾ കുറച്ചും കൂടിയൊക്കെ ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ചിക്കൻ്റെ ആ മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് ഇതിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതാണ് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. നമുക്കൊരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ഇതെല്ലാ സൈഡിലേക്ക് ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. സെൻറ്ററിൽ മാത്രം നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എല്ലാ സൈഡിലേക്ക് ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ അല്പം മൊസറല്ല ചീസ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ, ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കുറച്ച് ചീസ് ഉള്ളതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ അത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ തന്നെ വെച്ചാലും മതി. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന കോഴിമുട്ട പതപ്പിച്ച് വെച്ചതുണ്ടല്ലോ, അതൊന്ന് ഇട്ട് കൊടുക്കാം. അത് ഇതേപോലെ ഒന്ന് സ്പൂണ് വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കാരണം പതഞ്ഞ് കിടക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് നന്നായിട്ട് ഇട്ട് കൊടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് സ്പൂണ് വെച്ചിട്ട് എല്ലാ സൈഡിലേക്കും ഒന്ന് നന്നായിട്ടൊന്ന് ആക്കി കൊടുത്താൽ മതി. ഞാനിവിടെ ഇതേപോലെ ഈ കോഴിമുട്ട എല്ലാ സൈഡിലേക്കും ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് കയ്യിൽ നിന്ന് അത്രയും നന്നായിട്ടൊന്ന് എല്ലാ സൈഡിലേക്കും ഒന്ന് ആക്കി കൊടുക്കാം. ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇത് ടോട്ടൽ നമ്മളൊരു 12 മിനിറ്റ് ഒക്കെ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും പച്ചക്കറി വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഇതൊന്ന് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ മുകൾ ഭാഗമൊക്കെ കുറച്ചൊന്ന് വെന്ത് വന്നിട്ടുണ്ടാവും. ഈ ടൈമിൽ ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ക്യാപ്സിക്കം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്യാപ്സിക്കത്തിന് പകരമായിട്ട് ക്യാരറ്റോ എന്താണ് താല്പര്യം എന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഒട്ടും ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പ്ലെയിൻ ആയിട്ട് ഇരുന്നാലും നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ്. കുറച്ചും കൂടി കാണാനുള്ള ഭംഗിക്കൊക്കെ വേണ്ടി ഞാനിവിടെ റെഡ് കളർ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് മൂടി വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ഈ ബേസിലുള്ള ചിക്കനൊക്കെ ഓൾറെഡി വെന്തതാണ്, പക്ഷേ ഈ കോഴിമുട്ടൊക്കെ ഒന്നും കൂടി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കൈ വെച്ചിട്ട് ഒന്നിങ്ങനെ തൊട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും.
ഇത് ഇനി നമുക്ക് ചൂട് തണഞ്ഞിട്ട് വേണം ഈ പാത്രത്തിൽ നിന്ന് ഒന്ന് മാറ്റി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് ചൂട് തണയുമ്പോൾ തന്നെ ഈ സൈഡിൽ നിന്നൊക്കെ കൂടുതലായിട്ട് വിട്ട് വരികയും ചെയ്യും കേട്ടോ. ഇതിവിടെ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചൂട് തണഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാ ഈ സൈഡൊക്കെ നന്നായിട്ട് തന്നെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചൂടില്ലാത്തതുകൊണ്ട് തന്നെ കൈ വെച്ചിട്ട് ഇതാ ഇതേപോലെ എടുത്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു പ്ലേറ്റിലേക്ക് കമത്തി വെച്ചാലും മതി കേട്ടോ. സ്നോ ചിക്കൻ കേക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഭംഗിയാണ് കാണാൻ തന്നെ. 2 കളറൊക്കെ ആയിട്ട് കണ്ടില്ലേ, താഴെ ഭാഗം ഇതേപോലെ ഈ മുകൾ ഭാഗം നല്ലൊരു സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇതുള്ളത്. ഞാനിത് ഒന്ന് കട്ട് ചെയ്തിട്ടും കൂടി കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന ടൈമിൽ മുകൾ ഭാഗം നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒന്നിങ്ങനെ പിടിച്ചിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. താഴെ ഭാഗത്തിൽ കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഇതാ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. മുകൾ ഭാഗം ഭയങ്കര സോഫ്റ്റ് ആണിത്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കണം. അതേപോലെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണിൽ ഓൾ എന്ന് വേണം സെലക്ട് ചെയ്യാനായിട്ട്. താങ്ക്